ബലിതർപ്പണം എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം മൺമറഞ്ഞ പൂർവികർക്ക്, പിതൃക്കൾക്ക് ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ജീവിച്ചിരിക്കുന്ന തലമുറ തങ്ങളുടെ പിതൃക്കളോടുള്ള കടപ്പാടും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനും അവരുടെ മോക്ഷപ്രാപ്തിക്കും വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത്. തർപ്പണം എന്ന വാക്കിന് തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ അർപ്പിക്കുക എന്നെല്ലാമാണ് അർത്ഥം. ബലിതർപ്പണം നടത്തുന്നതിന് പിന്നിൽ നിരവധി വിശ്വാസങ്ങളുണ്ട്. പിതൃമോക്ഷം, മരിച്ചവരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും പിതൃലോകത്തുനിന്ന് അടുത്ത ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഇത് സഹായിക്കുമെന്നാണ് പ്രധാന വിശ്വാസം. കടപ്പാട്, പൂർവികർ നമുക്ക് നൽകിയ ജീവിതത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമാണിത്. അനുഗ്രഹം, ബലിതർപ്പണം നടത്തുന്നതിലൂടെ പിതൃക്കൾ പ്രസന്നരാവുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ഐശ്വര്യവും അനുഗ്രഹവും നൽകുകയും ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ദുർമരണങ്ങൾക്ക് ശാന്തി, അകാലത്തിലോ അസ്വാഭാവികമായോ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും അലഞ്ഞുതിരിയുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കുമെന്നും വിശ്വാസമുണ്ട്. പ്രധാനമായും ചില പ്രത്യേക ദിവസങ്ങളിലാണ് ബലിതർപ്പണം നടത്തുന്നത്. കർക്കടക വാവ്, കർക്കടക മാസത്തിലെ അമാവാസി കറുത്തവാവ് ദിനമാണ് ബലിതർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കുന്നത്. ഈ ദിവസം പിതൃക്കൾ ഭൂമിയിൽ ഉണരുന്നുവെന്നും ബലി സ്വീകരിക്കാനായി എത്തുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. തുലാവാവ്, മകരവാവ്, കർക്കടകവാവ് പോലെ പ്രാധാന്യമുള്ള മറ്റ് അമാവാസി ദിനങ്ങളാണ് തുലാവാവും മകരവാവും. പ്രതിവർഷ ശ്രാദ്ധം, ഓരോ വ്യക്തിയും മരിച്ച തിഥിയനുസരിച്ച് വർഷം തോറും നടത്തുന്ന ശ്രാദ്ധകർമ്മത്തിന്റെ ഭാഗമായും ബലിതർപ്പണം നടത്താറുണ്ട്. ഗ്രഹണ ദിവസങ്ങൾ, സൂര്യചന്ദ്രഗ്രഹണ ദിനങ്ങളും ബലിതർപ്പണത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ബലിതർപ്പണത്തിന് കൃത്യമായ ചിട്ടകളും മന്ത്രങ്ങളുമുണ്ട്. സാധാരണയായി പുഴകളുടെയോ കടലുകളുടെയോ തീരങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആണ് ഇത് നടത്താറ്. പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ താഴെ കൊടുക്കുന്നു. വ്രതം, ബലിതർപ്പണത്തിന് തലേദിവസം മുതൽ വ്രതമെടുക്കണം. മത്സ്യമാംസാദികൾ വർജിച്ച് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക എന്നതാണ് പ്രധാന വ്രതം. ശുദ്ധി, ബലിയിടുന്നയാൾ കുളിച്ച് ശുദ്ധിയോടെ ഈറൻ വസ്ത്രം ധരിച്ചു വേണം ചടങ്ങിൽ പങ്കെടുക്കാൻ. പൂജാദ്രവ്യങ്ങൾ, ഉണക്കലരി, എള്ള്, കറുത്ത എള്ള്, ദർഭപ്പുല്ല്, ചെറുള, ചന്ദനം, പൂക്കൾ, വെള്ളം എന്നിവയാണ് പ്രധാന പൂജാദ്രവ്യങ്ങൾ. കർമ്മം, തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പുരോഹിതന്റെ നിർദ്ദേശമനുസരിച്ച് മന്ത്രങ്ങൾ ചൊല്ലി വാഴയിലയിൽ തയ്യാറാക്കിയ പിണ്ഡം, അരിയും എള്ളും ചേർത്തത് പിതൃക്കൾക്ക് സമർപ്പിക്കുന്നു. ജലത്തിൽ സമർപ്പണം, ബലിയിട്ട ശേഷം പിണ്ഡം ഇലയോടുകൂടി പുഴയിലോ കടലിലോ സമർപ്പിച്ച് മുങ്ങി നിവരുന്നതോടെ ചടങ്ങ് പൂർത്തിയാകുന്നു. ചിലയിടങ്ങളിൽ കാക്കകൾക്ക് ബലിച്ചോറ് നൽകുന്ന പതിവുമുണ്ട്. കേരളത്തിൽ നിരവധി പുണ്യസ്ഥലങ്ങൾ ബലിതർപ്പണത്തിന് പ്രസിദ്ധമാണ്. തിരുനെല്ലി പാപനാശിനി, വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലെ പാപനാശിനി പുഴ പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ആലുവ മണപ്പുറം, പെരിയാർ നദിയുടെ തീരത്തുള്ള ആലുവ മണപ്പുറം കർക്കടക വാവ് ബലിക്ക് വളരെ പ്രസിദ്ധമാണ്. വർക്കല പാപനാശം, തിരുവനന്തപുരം ജില്ലയിലെ വർക്കല കടൽ തീരവും പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ശിവഗിരി മഠവും ബലിതർപ്പണത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ബലിതർപ്പണം എന്നത് കേവലം ഒരു ആചാരത്തിനപ്പുറം പൂർവികരോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനും ജീവിതത്തിന്റെ തുടർച്ചയെക്കുറിച്ചുള്ള ഹൈന്ദവ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒരു പ്രധാന കർമ്മമാണ്.